എൻ്റെ മോൻ 7 മാസം അംഗൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവന് അവിടുന്ന് സെൻഡ് ഓഫ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മീന ടീച്ചറായിരുന്നു അവൻ്റെ ഫസ്റ്റ് ഗുരു. മെയ് 29, 2024 അവരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോൻ പോയി തുടങ്ങിയത് 2023 നവംബറിലായിരുന്നു. അങ്ങനെ 7 മാസത്തെ വിജയകരമായ അംഗൻവാടിന് ശേഷം സെൻഡ് ഓഫ് ഒക്കെ കൊടുത്തിട്ട് അവർക്കൊരു ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാ പേരൻസും നല്ല ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അവർക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങാക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പേരൻസും ഭയങ്കര ആഞ്ഞു പിടിച്ചിട്ടായിരുന്നു പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഒത്തിരി പേരൻസ് ഉള്ളത് കൊണ്ട് തന്നെ കരയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ അമ്മമാരെ അരിയത്തിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും സജീവമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരവിടെ ഡാൻസ് വെച്ച് പാട്ടൊക്കെ വെച്ച് കളിക്കണമായിരുന്നു. ഫുഡ് കിച്ചണിൽ പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ പേരൻസ് വന്നിട്ട് അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് അംഗൻവാടിയിലെ ടീച്ചർ മീന ടീച്ചറായിരുന്നു. മീന ടീച്ചറുടെ ഒരു ഭയങ്കര ലീഡർഷിപ്പിലാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഫുഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്യാബേജ്, മാങ്ങാക്കറി, പിന്നെ ഒരു ചെറിയ മാങ്ങ അച്ചാർ പോലെ, പിന്നെ ചോറ്, ചിക്കൻ കറി, ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോൻ മിലാഗ്രോ ആണ് കേട്ടോ ഈ ഫുഡ് കഴിക്കുന്ന യെല്ലോ ടീഷർട്ട് ഇട്ടിട്ടുള്ളത്. എൻ്റെ മോനും അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന ഒരു സീനായിട്ടായി കാണുന്നത്. ഒരുവിധം കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പാരൻസിനൊരു ടെൻഷനാണല്ലോ. അപ്പോൾ പാരൻസ് കുറേ പേർക്കൊക്കെ വാരി കൊടുക്കണ്ടായിരുന്നു, കാരണം ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അംഗൻവാടിയോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ പേര് ഒരു ഡിഫറെൻറ്റ് പേരായതുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മലയാളത്തിൽ എഴുതണേന്ന് ചോദിച്ചപ്പോൾ ഒരു പാരൻറ്റിൻ്റെ കയ്യിൽ എഴുതിയതാണ് കേട്ടോ ഈ വീഡിയോ. അത് കഴിഞ്ഞപ്പോൾ ഒഫീഷ്യൽ ഫങ്ഷനായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ജിനി എന്ന പാരൻ്റായിരുന്നു പ്രയർ സോങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞുങ്ങളുടെ ട്രോഫിയാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ മോൻ്റെ ട്രോഫിയും ഇതിലുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ മോൻ്റെ ട്രോഫി. റൈറ്റ് സൈഡ് സെക്കൻഡ് വൺ. മീന ടീച്ചറായിരുന്നു വെൽക്കം സ്പീച്ച് കൊടുത്തിരുന്നത്. വാർഡ് മെമ്പർ അതിലത്തെ അജണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അംഗൻവാടിയിൽ ഈ കൊല്ലം ഇരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും സർട്ടിഫിക്കറ്റും പിന്നെ ട്രോഫിയും അവരുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രോഫിയും കൊടുത്തിട്ടുണ്ടായിരുന്നു.
എൻ്റെ മോൻ മിലാഗ്രോനും കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റും അവൻ്റെ ഫോട്ടോ പേസ്റ്റ് ചെയ്ത ഒരു ട്രോഫിയും. ഒത്തിരി താങ്ക്സ് ഉണ്ട് മീന ടീച്ചർക്ക്. പിന്നെ ഇപ്രാവശ്യം സെൻഡ് ഓഫ് കൊടുത്ത് പിരിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾ, പ്ലേ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, KG സെക്ഷനിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ എല്ലാവരും കൂടി മീന ടീച്ചർക്കും ബേബി ടീച്ചർക്കും കൂടി ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. മഴയായതുകൊണ്ട് എല്ലാ പരിപാടി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഫോട്ടോ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെയും യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നായിട്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പാരൻസിൻ്റെ ആകാംക്ഷയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനാണ് ആ കാലാട്ടിക്കൊണ്ടിരിക്കുന്നത്, ചെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചറുടെ വക ഒരു സമ്മാനം ഉണ്ടായിരുന്നു. എൻ്റെ മോൻ മീന ടീച്ചറുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുന്നതാണ് കാണുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് 7 മാസം അവിടെ ഇരുന്ന് എൻ്റെ മോൻ തിരിച്ചു പോരുന്നത്. ഇനി പ്ലേ സ്കൂളിലേക്കാണ് അവൻ പോകുന്നത്. അപ്പോൾ മീന ടീച്ചർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചത് അവൻ്റെ ഫസ്റ്റ് ഗുരുവായ മീന ടീച്ചറുടെ നിന്നാണ്. അതിന് ദൈവം മീന ടീച്ചറെയും മീന ടീച്ചറുടെ ഫാമിലിയെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.